2-3 സ്ഥലത്ത് ഇന്ന് നിരന്തരം റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. സാറേ, ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്യാമ്പ് നടത്തുന്നു, സമ്മർ വെക്കേഷന്, ഹിന്ദു ധർമ്മത്തിൻ്റെ പഠന ക്ലാസ്സുകളാണ്, ബാലഗോകുലമായിട്ടും മറ്റ് പലരുമായിട്ട് ചേർന്നിട്ടുള്ള ക്ലാസ്സാണ്. സാറ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് വരണം. പാലായിൽ നിന്ന് വിളിച്ചു, എറണാകുളത്ത് നിന്ന് വിളിച്ചു, തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നു, ആലപ്പുഴയിൽ നിന്ന് വിവിധ വിഭാഗക്കാരെ വിളിക്കാറുണ്ട്. ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞു, ഞാൻ ആ ദിവസം അവിടെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വരാൻ വിരോധമില്ല. അതിന് മാത്രമായിട്ട് ഈ ലോങ് ജേണി സാധിക്കില്ല. മറിച്ച് വേറൊരു ചെറിയ കാര്യം അവരോട് പറഞ്ഞു, നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി മാത്രം എന്ന് പറഞ്ഞൊരു ക്യാമ്പ് വയ്ക്കല്ലേ. കുട്ടികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ക്യാമ്പുകൾ വയ്ക്കുക, കുഴപ്പമില്ല. യുവാക്കൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ക്യാമ്പുകൾ വയ്ക്കുക, അത് കുഴപ്പമില്ല. മാതാപിതാക്കൾക്ക് പ്രാധാന്യമുള്ള ക്ലാസ്സുകൾ, ടീച്ചേഴ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ക്ലാസ്സുകൾ, ഈ പ്രാധാന്യം കൊടുക്കുന്നത് അവർക്കായിരിക്കണം. മറിച്ച് മറ്റുള്ളവരെ കൂടി നിർബന്ധമായിട്ടും അതിൽ പങ്കെടുപ്പിക്കണം. കുട്ടികൾക്കുള്ള ക്ലാസ്സുകളിൽ മാതാപിതാക്കളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അല്ലാത്തവരെയും പങ്കെടുപ്പിക്കണം. 7 തൊട്ട് 9 മണി വരെ ക്ലാസ് ഉണ്ടെങ്കിൽ അത് കുറച്ച് കുട്ടികളെ മാത്രം ഒതുക്കി നിർത്തി അവർക്ക് മാത്രം അഡ്മിഷൻ കൊടുത്ത് ഇങ്ങനൊരു ക്യാമ്പ് നടത്തുന്നതിൻ്റെ ചെലവും ഒരു 10-200 ഈ കുട്ടികളല്ലാത്ത അവരുടെ മാതാപിതാക്കളോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ പബ്ലിക്കോ വന്ന് പുറകിലിരുന്ന് ഈ ക്ലാസ് കേട്ടാൽ എന്താ കുഴപ്പം? ഇപ്പൊ കുട്ടികൾക്ക് നമ്മളുടെ പൈതൃകം അറിഞ്ഞുകൂടാ എന്ന് പറയുന്നതിൻ്റെ കാരണം മാതാപിതാക്കൾക്ക് അറിഞ്ഞുകൂടാ. മാതാപിതാക്കൾക്ക് ഒന്നും അറിയാത്തപ്പോൾ എങ്ങനെയാ കുട്ടികളെ അവർ പഠിപ്പിക്കുക? ഒരു വർഷത്തിൽ ഒരു 2 ദിവസം ശിബിരം നടത്തിയത് കൊണ്ട് കുട്ടികൾ പഠിക്കില്ല. പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാക്കാൻ ചിലപ്പോൾ സാധിക്കുമെന്ന് വരും. പഠിപ്പിക്കേണ്ടത് വീട്ടിലുള്ള അച്ഛനും അമ്മയും ബന്ധുക്കളും മുത്തശ്ശനും മുത്തശ്ശിയുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതുമാതിരിയുള്ള ശിബിരങ്ങൾ കുട്ടികൾക്ക് എന്ന് പറഞ്ഞ് വിടുന്നതിന് പകരം കുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കാം. ആ കുട്ടികളിരിക്കുന്ന 25 റോയിലുണ്ടെങ്കിൽ 25 റോ കുട്ടികൾക്ക് മാത്രം, പുറകിൽ ഒരു 25-ഓ 30-ഓ റോ മറ്റാര് വന്നാലും, ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും അച്ഛനായാലും മുത്തച്ഛനായാലും ബന്ധുക്കളായാലും അല്ല, ജനറൽ പബ്ലിക് ആണെങ്കിലും അവരെ കൂടി ഇരുത്താം. ഒരു വിഭാഗത്തിന് എന്ന് പറഞ്ഞ് ഒരു ശിബിരം ക്യാമ്പ് നടത്താൻ വേണ്ടി വരുന്ന ചെലവ്, ഇനി അഥവാ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും പുറകില് ബന്ധുക്കൾ വരുന്ന മാതാപിതാക്കളും മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ഒക്കെ വന്ന് ഇരുന്നാൽ പോലും അവർക്ക് ഭക്ഷണത്തിന് ഇത്രയധികം ചെലവൊന്നുമില്ല. ബാക്കി എല്ലാ ചെലവുകളും ഒരേപോലെയാണ്. കൂടി വന്ന ഒരല്പം ഭക്ഷണത്തിൻ്റെ ചെലവ് കൂടും. ആ ഭക്ഷണത്തിൻ്റെ ചെലവ് അതത്ര വലുതുമല്ല. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ കുട്ടികൾക്കുള്ള ശിബിരം, യൂത്തിനുള്ള ശിബിരം, സ്കൂൾ സ്റ്റുഡൻസിനുള്ള ശിബിരം, കോളേജ് സ്റ്റുഡൻസിനുള്ള ശിബിരം, പെൺകുട്ടികൾക്കുള്ള ശിബിരം, ആൺകുട്ടികൾക്കുള്ള ശിബിരം, മാതാപിതാക്കൾക്കുള്ള ശിബിരം അല്ലെങ്കിൽ പ്രഭാഷണം എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമായിട്ട് വയ്ക്കരുത്. പക്ഷെ ഒരു വിഭാഗം, ഞാൻ 2-3 പ്രാവശ്യമായി പറയുന്നു, ഒരു വിഭാഗത്തിന് പ്രാധാന്യം കൊടുക്കാം. കുട്ടികൾക്കുള്ള ശിബിരത്തിൽ കുട്ടികൾക്കാണ് പ്രാധാന്യം, ബാക്കി എല്ലാവരും വരണം. അവർക്ക് വലിയ കൺട്രോൾ ഇല്ല, പക്ഷെ അവരിതൊക്കെ കേൾക്കണം. ഈ മാതാപിതാക്കൾ ഇത് കേട്ട് പഠിച്ച് അവർ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ കുട്ടികൾക്ക് വീണ്ടും പറഞ്ഞു കൊടുക്കില്ലേ? ഈ കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ വീട്ടിൽ ചർച്ച ചെയ്യില്ലേ? ഈ കുട്ടികളും മാതാപിതാക്കളും മറ്റ് ബന്ധുക്കളും തമ്മിൽ ഇത് ചർച്ച ചെയ്യില്ലേ? നമ്മൾ മതിൽ കെട്ടിയിട്ട് അതിനകത്ത് ഒരു 50 പേരെ ഇരുത്തുന്നതിന് പകരം മതിൽ കെട്ടാതെ 50 പേരെ ഇരുത്തുക, ബാക്കി ആർക്ക് വേണമെങ്കിലും വന്നിരുന്ന് പഠിക്കാനുള്ള സൗകര്യവും കൂടി ഉണ്ടാക്കി കൊടുത്താൽ അവർ ഇരുന്ന് പഠിച്ചാൽ എന്താ കുഴപ്പം? എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ? മാതാപിതാക്കൾ ഇരുന്ന് പഠിച്ചാൽ, അല്ലെങ്കിൽ മാതാപിതാക്കൾക്കുള്ള ശിബിരത്തിൽ കുട്ടികൾ വന്നിരുന്നാൽ എന്താ? എത്ര കുട്ടികളായി ഇപ്പോൾ വന്നിരിക്കുന്നത് അറിയാമോ? പലപ്പോഴും പ്രഭാഷണം കഴിയുമ്പോൾ പെൺകുട്ടികൾ 10ാം ക്ലാസ്സിലും +1 +2 പഠിക്കുന്ന പെൺകുട്ടികൾ പറയാറുണ്ട്, സാറേ ആദ്യകാലങ്ങളിൽ ഞങ്ങൾക്ക് ഇതിനോട് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അമ്മ നിർബന്ധിച്ചിട്ടാണ് ഞാൻ വന്നത്, പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ മുമ്പിൽ വലിയൊരു ദൗത്യം ഉണ്ടെന്ന്. ഒരാളല്ല ഇത് പറയുന്നത്, ഡസൻ കണക്കിന് പെൺകുട്ടികൾ പറയുന്നത്. ആൺകുട്ടികൾ പിന്നെ ഇങ്ങനെ പറയാറില്ല. അവര് ഞങ്ങൾ കേൾക്കാറുണ്ട്, സാറെ പ്രചരിപ്പിക്കാറുണ്ട്, സാറേ ഞങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിലെല്ലാം ഇത് കൊടുക്കാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. പെൺകുട്ടികൾ പറയുന്നത് അങ്ങനെയല്ല, ഞങ്ങൾക്കിതിലൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ താല്പര്യമുണ്ട്. അമ്മ നിർബന്ധിച്ച് അമ്മയുടെ കൂട്ടത്തിൽ വന്ന്, ഇനിയിപ്പോൾ സാറിൻ്റെ പ്രഭാഷണം അല്ലെങ്കിൽ ഇതുമാതിരിയുള്ള പ്രഭാഷണം ആരുടെ ആയാലും ഞങ്ങൾ അവിടെ ഉണ്ടാവും. ഇതൊരു മാറ്റമല്ലേ? അമ്മ കുട്ടികളെ കൊണ്ടുവന്നത് കൊണ്ടല്ലേ സംഭവിക്കുന്നത്? അതുകൊണ്ട് അമ്മയെന്നോ അച്ഛനെന്നോ കുട്ടികളെന്നോ കോളേജ് സ്റ്റുഡൻ്റ് എന്നോ സ്കൂൾ സ്റ്റുഡൻ്റ് എന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ
എല്ലാവരും എല്ലാ ശിബിരങ്ങളിലും എല്ലാ ക്യാമ്പുകളിലും പങ്കെടുക്കണം. പക്ഷെ ഒരു വിഭാഗത്തിന് വേണമെങ്കിൽ കുറച്ച് പ്രാധാന്യം കൂട്ടിക്കൊടുക്കാം. ആ പ്രാധാന്യം കൂട്ടിക്കൊടുക്കുന്നത് കൊണ്ട് മറ്റുള്ളവരെ ഇഗ്നോർ ചെയ്യുന്നു എന്ന തോന്നലുണ്ടാകാത്ത വിധത്തിൽ ആരുടെയൊക്കെ ഹൈന്ദവ പഠനങ്ങൾ ശിബിരങ്ങൾ നടക്കുന്നുണ്ടോ അതിൽ RSSന്റെ ഉണ്ടെങ്കിൽ അതിലും പോവാം, ബാലഗോകുലത്തിൻ്റെ ഉണ്ടെങ്കിൽ അതിലും പോവാം, ABVPയുടെ ഉണ്ടെങ്കിൽ അതിലും പോവാം, സായിബാബയുടെയിലും പോവാം, അമ്മയുടെയിലും പോവാം. എവിടെയൊക്കെ നിങ്ങൾക്ക് പറ്റുമോ അവിടെയൊക്കെ പോകണം. അങ്ങനെ നമുക്കൊരു മാറ്റം വരുത്തണം. അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ പിന്നെ GRD അയ്യരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം GDR അയ്യർ എന്നാ പറഞ്ഞതെന്ന് തോന്നുന്നു. GRD അയ്യരുടെ ആ ഗുരുകുലം എന്നുള്ളത് ഇന്റർനെറ്റിൽ നോക്കിയാൽ മൊബൈൽ ഫോണിനെ ഗുരുവാക്കി വെച്ച് നമുക്ക് പഠിക്കാനുള്ള അവസരം ഇപ്പോൾ ഉണ്ട്. എന്ത് പഠിക്കണമെങ്കിലും അത് പോക്കറ്റിലിട്ടുകൊണ്ട് കേട്ടാൽ മതി. യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിൽ പോകുമ്പോൾ, ഫ്ലൈറ്റിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അല്ലാത്ത രീതിയിലൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്താണെങ്കിൽ കേൾക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വിപ്ലവത്തിന് കേരളത്തിലെ ഹൈന്ദവ ജനത ഒരുങ്ങുകയാണ്. ഈ പത്രമാധ്യമങ്ങൾ ഹിന്ദുക്കൾക്ക് 100% എതിരായി ഇരുന്നിട്ട് പോലും നമുക്ക് ഹൈന്ദവ ജനതയുടെ മനോബലം കൂടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അവരെ വേറെന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ട് എനിക്ക് തോന്നുന്നു പഴയ നോട്ടുകെട്ടുകളെ റീമോണിറ്റൈസ് ചെയ്യാൻ രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്തതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇലക്ഷൻ അവർ പ്രവർത്തിക്കുന്നത് എന്ന് തോന്നുന്നു. അലമാരിക്കകത്ത് വെച്ചിരിക്കുന്ന കെട്ടുകൾ തിരിച്ച് വാല്യുവബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ പിന്നെ ഈ കള്ളപ്പണവും കള്ളനോട്ടുകളൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് അവരുടെ കയ്യിലുള്ള പൈസ ശരിക്കും വാല്യുവബിൾ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് ആണെന്ന് തോന്നുന്നു. നരേന്ദ്രമോദിയെയും ഹിന്ദുക്കളെയും ഹൈന്ദവ ജനതയൊക്കെ മൊത്തത്തിൽ വർഗീയവാദികളൊക്കെ ആക്കി കോടതി പറഞ്ഞ മാതിരി സംജോത്ത എക്സ്പ്രസ്സിൽ നടന്നത് വർഗീയവാദമോ തീവ്രവാദമോ ഒന്നുമല്ല, തീവ്രവാദികളെ ഉണ്ടാക്കുകയാണ്. ഹിന്ദുക്കൾക്കകത്ത് തീവ്രവാദികൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ പോലും നല്ല രീതിയിൽ ഹിന്ദുക്കൾക്ക് ആത്മാഭിമാനം ഉണ്ടാവുന്ന സമയത്ത് അറിവിൻ്റെ അഭിമാനം കൂടി ഉണ്ടാവട്ടെ. അതിന് എല്ലാ സംഘടനകളിലും നിങ്ങൾക്ക് എവിടെയൊക്കെ മക്കളെയും നിങ്ങൾക്ക് പോയി പഠിക്കാൻ സാധിക്കുമോ അവിടെ പഠിക്കാം.